ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. ഇപ്പം നമ്മളിങ്ങനെ ഒരു എസ്റ്റേറ്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. ജുവാൻ ഉറങ്ങി കിടക്കുകയാണ്. നമ്മുടെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇത് മുഴുവനായിട്ടും റബ്ബർ എസ്റ്റേറ്റാണ്. ആദ്യം നമുക്ക് തുടങ്ങുമ്പോൾ കുറച്ച് ദൂരം മറ്റ് വൃക്ഷങ്ങൾ, തെങ്ങൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുഴുവനായിട്ട് റബ്ബറാണ്. ഇടയ്ക്കിപ്പോൾ ഒരു വീട് കണ്ടില്ലേ? അങ്ങോട്ടിനി വീടുകളേ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ താമസിക്കുന്ന വീടല്ല. മരം വെട്ടാൻ, അതായത് ടാപ്പിങ്ങിനൊക്കെ പോകുന്നവർ കൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അല്ലാതെ ഇവിടെ വീടുകളൊന്നുമില്ല. നമ്മൾ ഉച്ച സമയത്താണ് ഇതുവഴി പോയത്. എങ്കിൽ പോലും നല്ലൊരു ഇരുട്ടും ഒരു തണലൊക്കെ ഫീൽ ചെയ്യുന്നു. കാരണം ഇവിടെ ഫുള്ള് മരങ്ങൾ മാത്രമാണ്, പ്രത്യേകിച്ച് റബ്ബർ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇരുട്ടേറിയ ഒരു അന്തരീക്ഷമാണ്. ഒരു 5 മണി കഴിഞ്ഞാൽ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഇരുട്ടാവും. ഈ എസ്റ്റേറ്റിൻ്റെ തുടക്കത്തിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും, പിന്നെ അവസാനം ഒരു സെക്യൂരിറ്റി ഉണ്ടാകും. ഇവരാണ് ശരിക്കും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മുടെ വണ്ടി നമ്പർ അവർ നോട്ട് ചെയ്യും. നമ്മൾ കറക്റ്റ് സ്ഥലത്ത്, അതായത് എൻഡിങ് പോയിന്റിൽ എത്തുന്നത് വരെ ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവർ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വാഹനങ്ങൾ വിടാറില്ല. 2-3 വാഹനങ്ങൾ ഒരുമിച്ചാണ് ഇതുവഴി വിടുന്നത്. അവരുടെ മേൽനോട്ടത്തിലായിരിക്കും നമ്മൾ പോയിട്ട് വരാനുള്ളത്. പകൽ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് പേടിക്കണ്ട. പിന്നെ നല്ല അന്തരീക്ഷമാണ്, നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാം. പൊടിപടലങ്ങളൊന്നുമില്ല. റോഡ് വഴി പോയി ബുദ്ധിമുട്ടണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി തിരഞ്ഞെടുത്തത്. തിരിച്ചു വരുമ്പോൾ രാത്രിയാകും, അപ്പോൾ ഞങ്ങൾ ഇതുവഴി വരത്തില്ല. കാട്ടുപന്നികൾ ഒത്തിരി ഉണ്ട്, പിന്നെ കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാർ 1-2 നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ എസ്റ്റേറ്റിൻ്റെ എൻഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റോഡിലെത്തി. എസ്റ്റേറ്റിൽ മാത്രമല്ല, റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ ഒത്തിരി ഉണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേനും ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. ആ കാണുന്നത് നമ്മുടെ ഡാമാണ്, ചിറ്റാർ ഡാം. കേട്ടിട്ടുണ്ടാകും അല്ലേ? തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്, ചിറ്റാർ ഡാം. നല്ല ഭംഗിയാണ്. പിന്നെ വീടുകളൊക്കെ ഈ ഡാമിൻ്റെ അടുത്തായിട്ടിങ്ങനെയുണ്ട്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളത് നേരിട്ട് ആസ്വദിക്കുക തന്നെ വേണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. എസ്റ്റേറ്റിലൂടെ വന്നപ്പോൾ നമുക്ക് ആ വെയിലിൻ്റെ കഠിനത മനസ്സിലാക്കാൻ പറ്റിയില്ല. ശരിക്കും ഇവിടെ ഈ ഡാമിനടുത്ത് എത്തിയപ്പോഴാണ് നല്ല വെയിലായിരുന്നു. ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്ത് പൈനാപ്പിൾ കൃഷി കാണാൻ നല്ല ഭംഗിയാണേ. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ജുവാൻ ഉറക്കം എഴുന്നേറ്റു. ട്രാവൽ ചെയ്ത സമയത്ത് അവൻ ഉറങ്ങിയത് കൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ തൃപ്പരപ്പ് വാട്ടർഫോൾസാണ്. ജുവാൻ ഇവിടെ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി. ഞങ്ങൾ വന്ന ദിവസം അവിടെ മെയിൻ എൻട്രൻസ് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. അതിനകത്ത് ചരിത്രപരമായിട്ടൊരു ക്ഷേത്രം, പിന്നെ നമുക്ക് വെള്ളച്ചാട്ടം, കുറച്ച് കളിക്കാനുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അവിടെയൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതിനു മുൻപേ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ മഴയ്ക്ക് തൊട്ട് മുൻപേ പോയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് ആ ഒരു ഒഴുക്ക് ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. കുളിക്കാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ ജുവാനെയും കൂടെ കൊണ്ടുപോയതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. പക്ഷേ ബോട്ടിങ്ങിന് ഞങ്ങൾ പോയി.
ജുവാൻ അവിടുത്തെ പാർക്കിലൊക്കെ കുറേ സമയം കളിച്ചു. എന്തായാലും ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. ഞങ്ങളുടെ കൊച്ചു വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ബായ്.